നമസ്കാരം, ദ ന്യൂസ് ഐയിലേക്ക് സ്വാഗതം. വാഹനയാത്രികർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ശല്യമായി മാറുകയാണ് നിരത്തുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കന്നുകാലികൾ. ഉത്തരേന്ത്യയിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. ദേശീയപാതകളിലും ഗ്രാമീണ റോഡുകളിലും ഒരുപോലെ പ്രത്യക്ഷപ്പെടുന്ന കന്നുകാലികൾ പലപ്പോഴും ഗതാഗത തടസ്സവും ഗുരുതരമായ അപകടങ്ങളും സൃഷ്ടിക്കുന്നു. അതിനേക്കാൾ ഗുരുതരമായ സാമൂഹിക പ്രശ്നമാണ് അബദ്ധത്തിൽ പശുക്കളെ വാഹനമിടിക്കുമ്പോൾ ഉടലെടുക്കുന്ന സംഘർഷം. പശു സംരക്ഷണ ഗുണ്ടകൾ വാഹന ഉടമയെയും ഡ്രൈവറെയും വളഞ്ഞിട്ട് ആക്രമിക്കുകയും വാഹനം തകർക്കുകയും നിയമം കയ്യിലെടുക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഉത്തർപ്രദേശിലെ ബിജ്പൂരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പശുവിനെ ഇടിച്ചെന്ന പേരിൽ ആൾക്കൂട്ടം സർക്കാർ ആശുപത്രിയിലെ യുവ ഡോക്ടറെ വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിക്കുകയും വാഹനം തകർക്കുകയും ചെയ്തു. ഡോക്ടറുടെ ഭാഗത്ത് അപാകതയില്ല. പശു അവിചാരിതമായി റോഡിലേക്ക് കടന്നു വന്നതാണ് അപകട കാരണമെന്നാണ് റിപ്പോർട്ട്. അതേസമയം മനഃപൂർവ്വമാണെന്നാണ് പശു സംരക്ഷണ ഗുണ്ടകളുടെ പക്ഷം. എന്നാൽ അപകടം മനഃപൂർവ്വമാണോ അല്ലയോ എന്ന് അന്വേഷിക്കേണ്ടതും പരിശോധിക്കേണ്ടതും പോലീസും നിയമ സംവിധാനവുമാണ്. മനഃപൂർവ്വമാണെങ്കിൽ നിയമ നടപടികൾ എടുക്കേണ്ടതും ഇതേ സംവിധാനം തന്നെ. അപകടത്തെ നിയമപരമായി പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നതിന് പകരം വഴിയിൽ വെച്ച് ശിക്ഷ നടപ്പാക്കുന്നത് നിയമവാഴ്ചയല്ല, ആൾക്കൂട്ടാധിപത്യവും ഗുണ്ടായിസവുമാണ്. പശുവിന്റെ ജീവന് വിലയുണ്ടെന്നത് ശരി, അതിനേക്കാൾ വിലയുണ്ട് മനുഷ്യജീവന്. ഒരു ജീവിയെ സംരക്ഷിക്കാനുള്ള വികാരം ഒരു മനുഷ്യന്റെ ജീവിതവും സ്വാതന്ത്ര്യവും കവർന്നെടുക്കാനുള്ള അവകാശമായി കാണുന്നത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ്. അപകടങ്ങൾക്ക് പുറമെ പൊതു ഇടങ്ങളിൽ ശുചിത്വവും ആരോഗ്യകരമായ അന്തരീക്ഷവും ഉറപ്പാക്കുന്നതിനും തടസ്സമാണ് അലഞ്ഞു തിരിയുന്ന കന്നുകാലികൾ. പൊതുനിരത്തുകളിലും ചന്തകളിലും കുന്നുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷ്യവസ്തുക്കളും തിന്നു ജീവിക്കുന്ന ഇവ അസുഖബാധിതരാകുന്നതിനൊപ്പം പൊതുസ്ഥലങ്ങളെ മലിനമാക്കുകയും ചെയ്യുന്നു. മാലിന്യങ്ങൾ ഭക്ഷിച്ച് ആമാശയത്തിൽ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടി കന്നുകാലികൾ ദാരുണമായി ചാവുന്ന കാഴ്ച മൃഗസ്നേഹത്തിന്റെ ഏത് അളവുകോലിലാണ് ന്യായീകരിക്കാനാവുക? പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം പശുക്കളെയും മറ്റു കന്നുകാലികളെയും തെരുവിൽ ഉപേക്ഷിക്കുന്നതാണ്. ഇതിനാരാണ് ഉത്തരവാദി? മുൻകാലങ്ങളിൽ കറവ പറ്റിയ പശുക്കളെ അറുത്ത് ഭക്ഷണമാക്കുകയായിരുന്നു പതിവ്. പശുമാഹാത്മ്യത്തിന്റെ പേരിൽ അറവ് നിരോധിച്ചതാണ് പശുക്കളെ തെരുവിലേക്ക് അഴിച്ചുവിടുന്ന സാഹചര്യം ഒരുക്കിയത്. കറവ പറ്റിയ പശുക്കളുടെ സംരക്ഷണം സാധാരണക്കാരായ കർഷകർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ്. തീറ്റ ഉൽപ്പന്നങ്ങളുടെ വില അടിക്കടി ഉയരുന്നു, ചികിത്സാ ചെലവും വർദ്ധിക്കുന്നു. ഈ സാമ്പത്തിക ഭാരം സഹിക്കാനാകാതെ കർഷകർ പശുക്കളെ തെരുവിലേക്ക് തുറന്നുവിടാൻ നിർബന്ധിതരാവുകയാണ്. പശുക്കളെ കശാപ്പ് ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തിയ സർക്കാരുകൾ കറവ പറ്റിയ പശുക്കളുടെ സംരക്ഷണത്തിന് മതിയായ നിയമങ്ങൾ ആവിഷ്കരിക്കുകയും കർഷകർക്ക് സാമ്പത്തികവും സ്ഥാപനപരമായ സംവിധാനം ഒരുക്കുകയും വേണ്ടിയിരുന്നു. പ്രശ്നത്തിന് പരിഹാരമായി ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഗോശാലകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവിടെയും പശുക്കൾ സുരക്ഷിതമല്ല. ആവശ്യമായ തീറ്റയും പരിചരണവും ചികിത്സയും ലഭിക്കാതെ ഗോശാലകളിൽ പശുക്കൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്ന സംഭവങ്ങൾ അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഉത്തർപ്രദേശിലെ കാസ്തഞ്ച് ജില്ലയിൽ തീറ്റയും ചികിത്സയും ലഭിക്കാതെ പശുക്കൾ ചത്തൊടുങ്ങിയതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ഗോശാലയിൽ നിന്ന് പശുക്കളുടെ അസ്ഥികൂടങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഗോശാലകളിൽ നിന്നും സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തെരുവുകളിൽ നിന്ന് കൂട്ടത്തോടെ പിടികൂടുന്ന പശുക്കളെ ആവശ്യത്തിന് സൗകര്യങ്ങളോ ഭക്ഷണ ലഭ്യതയോ ഉറപ്പാക്കാതെ ഗോശാലയിലേക്ക് തള്ളിക്കയറ്റുകയാണ്. ഇത് രോഗപകർച്ചയ്ക്കും കൂട്ടമരണങ്ങൾക്കും ഇടയാക്കുന്നു. വളർത്തുന്നത് സാമ്പത്തികമായി ലാഭകരമല്ലാത്ത പശുക്കളെ കർഷകർക്ക് സുരക്ഷിതമായി കൈമാറ്റം ചെയ്യാനോ അറവ് നടത്തുന്നതിന് അനുമതി നൽകാനോ നിയമം ആവിഷ്കരിക്കുകയാണ് പ്രശ്നത്തിന് പ്രായോഗിക പരിഹാരം. ഇത് കർഷകരുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുകയും തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന പ്രവണതയ്ക്ക് അറുതി വരുത്തുകയും ചെയ്യും. റോഡിൽ അലഞ്ഞു തിരിയുന്ന പശുക്കളുടെ സംരക്ഷണത്തിനുള്ള സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതയും ഒഴിവാകും. ഇതോടെ പശുക്കളെ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന പ്രവണതയും അതുമായി ബന്ധപ്പെട്ട ആൾക്കൂട്ട ആക്രമണങ്ങളും ഇല്ലാതാകും. പശുവിനെ പവിത്രമായി കാണുകയും മാഹാത്മ്യം കൽപ്പിക്കുകയും ചെയ്യുന്നവർ അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കട്ടെ. പശുവിനെ സാമ്പത്തിക സ്രോതസ്സായോ മറ്റോ കാണുന്നവർ അവരുടെ രീതികൾ തുടരുകയും ചെയ്യട്ടെ. അതാണല്ലോ രാജ്യത്തിന്റെ പാരമ്പര്യം. ഒരു വിഭാഗം തങ്ങളുടെ വിശ്വാസവും സംസ്കാരവും മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് വിഷയം സങ്കീർണവും സംഘർഷഭരിതവും ആകുന്നത്. കർഷകരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും പ്രാമുഖ്യം കൽപ്പിക്കുന്ന ഭരണഘടനാപരമായ സമീപനമാണ് ആവശ്യം.